പരിശുദ്ധ കന്യാമറിയം, കുഞ്ഞുമേരിയുടെ പിറവി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തു തന്റെ മൗതിക ശരീരമായ സഭാഗാത്രത്തിലെ സഭാമക്കൾക്കായി ഓതിത്തന്ന തന്റെ അമ്മയുടെ ജനന ചരിത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട നാരീരത്നങ്ങളിൽ അഗ്രണിയായ നസ്രത്തിന്റെ പ്രിയപുത്രിയായ പരിശുദ്ധ കന്യകാമറിയം, അതേ നമ്മുടെ അമ്മ മേരി, അതിവിശിഷ്ടമായ ഒരു ആരാമത്തിൽ നിന്ന് സവിശേഷ ഗുണങ്ങളുള്ള സുഗന്ധ പുഷ്പങ്ങൾ ഇറുത്തെടുത്ത് മനോഹരമായൊരു പൂങ്കുല കൊരുത്തുണ്ടാക്കിയതുപോലെയായിരുന്നു രക്ഷകന്റെ അമ്മയാകുവാൻ വേണ്ടി സ്വർഗം പ്രത്യേകമായി തിരഞ്ഞെടുത്ത സുഹൃത്ത പരിമളം പരത്തുന്ന ഒരു പൂങ്കുലയായി വിടർന്നു നിന്ന അമല മനോഹരിയായ മേരിയമ്മ. അതെ, നമ്മുടെ ആ അമല മനോഹരിയായ മേരിയമ്മയുടെ ജനനത്തിനു മുമ്പുള്ള അന്നത്തെ ഇസ്രയേൽ ദേശത്തെ ചേതോഹരമുണർത്തുന്ന നസത്ത് ഗ്രാമത്തിലേക്ക് കൂട്ടുകാരെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന ഈ ഭൂപ്രദേശത്തിലെ കാഴ്ചകൾ നമ്മുടെ നയനങ്ങൾക്ക് കുളിർമ പകർന്നു തരുന്നു. എവിടെയും പൂക്കളും കനികളും ഫലങ്ങളും ദൃശ്യമാണ്. പുഷ്പനിബിഡമായ പുൽമേടുകളിൽ അജഗണങ്ങളെ മേയ്ക്കുന്ന ആട്ടിടയന്മാർ,
അങ്ങ് ദൂരെ ദൂരെ അമ്പരചുംബികളായി നിൽക്കുന്ന ഹെർമോൺ, കാർമൽ, താബോർ മാമലകൾ കളകളനാദത്തോടെ തീരങ്ങളെ തഴുകിപ്പുൽകി മന്ദം മന്ദം ഒഴുകി നീങ്ങുന്ന ചരിത്രത്തിലെ പുണ്യനദിയായ ജോർദാന്റെ സാമീപ്യമുള്ള നാട്. ഇങ്ങനെ നിരവധി പൗരാണിക കുഞ്ഞിക്കഥകൾ കാനാൻ ദേശത്തെ ഈ കുഞ്ഞു ഗ്രാമം നമ്മോട് ഓതിത്തരുന്നു. സെബുലൂൺ ദേശത്തെ സുന്ദരമാം നസ്രത്ത് ഗ്രാമം, നസ്രത്ത് ഗ്രാമം, കുന്നുകളാൽ ചുറ്റപ്പെട്ട താഴ്വര ഗ്രാമം, താഴ്വര ഗ്രാമം. സെബുലൂൺ ദേശത്തെ സുന്ദരമാം നസ്രത്ത് ഗ്രാമം, കുന്നുകളാൽ ചുറ്റപ്പെട്ട താഴ്വര ഗ്രാമം. അത്തി ഒലിവ് മുന്തിരിയുടെയും നാടാണ്, നാടാണ്. താഴ്വരയിലെ ലില്ലി തൻ നറുമണം പേറുന്ന കുഞ്ഞിക്കാറ്റിൻ്റെ ചൂളം വീളി കർണപുടത്തിന് ഇമ്പമേകുന്ന നാദമാണ്, നാദമാണ്. നസ്രത്ത്, നസ്രത്ത്, നസ്രത്ത്. അതേ നസ്രത്ത്. സെബുലോൺ ദേശത്തെ സുന്ദരമായ ഈ നസ്രത്ത് ഗ്രാമം വാഗ്ദത്ത നാട്ടിലെ ഇസ്രയേലിന് ഒരു തിലകക്കുറിയായി വിളങ്ങി നിന്നു. യഹൂദ ചരിത്രത്തിലെ വീരശൂര ഭക്ത സ്ത്രീ പുരുഷന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, ജോഷുവ, എസ്തേർ, യൂദിത്ത്, സൂസന്ന തുടങ്ങിയ യശശരീരരുടെ നല്ല നല്ല സ്മരണകൾ ഒതിയുണർത്തുന്ന ഇസ്രയേൽ ദേശം നിർഭാഗ്യവശാൽ ഇപ്പോഴും റോമാ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ തന്നെയായിരുന്നു. അതിനാൽ നസ്രത്തിലെ ജനവും ഈ അടിമത്തത്തിന്റെ മുഖം വളരെ ഹൃദയവ്യതയോടുകൂടി തന്നെ തോളിൽ വഹിച്ച് ജീവിച്ചു പോന്നു. എന്നിരുന്നാലും അവർക്കവരുടെ മതവിശ്വാസവും മതാനുഷ്ഠാനങ്ങളും പിൻചൊല്ലുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതിനാൽ പൂർവപിതാക്കന്മാരുടെ വിശ്വാസ പാരമ്പര്യത്തിൽ അവരെ ഊട്ടി വളർത്തിയിരുന്ന ഈറ്റില്ലമായ അവരുടെ സ്വന്തം സിനഗോഗിനെ കുറിച്ച് നസ്രത്തുകാർ വളരെ അഭിമാനിച്ചിരുന്നു. യെസ്, they are very very proud of their own synagogue. മോറിയ മലയിലെ ജെറുസലേം ദേവാലയത്തിന്റെ ഒരു ചെറിയ ആത്മീയ പതിപ്പ്, കാഴ്ചയ്ക്ക് നല്ല പ്രൗഢിയുള്ള സിനഗോഗ്. കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ അതിനെ മോടി പിടിപ്പിച്ചു, സംരക്ഷിച്ചു, സൂക്ഷിച്ചു. ഭക്തജനങ്ങൾക്ക് ഭക്തി നിർഭരമായി പ്രാർത്ഥിക്കുവാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അകത്തളത്തിൽ അതേ ഉള്ളിൽ ക്രമീകരിച്ചിരുന്നു. സംഖ്യാപുസ്തകം 8:1 യഹോവ മോശ വഴി നിർദ്ദേശിച്ച 7 ദീപശിഖരങ്ങളോടുകൂടിയ വിളക്കിന്റെ മാതൃകയും അതേ മനോറ വിളക്കും എല്ലാ നിയമഗ്രന്ഥങ്ങളും ഇവിടെ സൂക്ഷിച്ചിരുന്നു. സിനഗോഗ് തലവനും റബിമാരും നിയമഗ്രന്ഥത്തിലെ കാതലായ ഭാഗങ്ങൾ സാബത്തുകളിൽ ജനത്തിന് വിവരിച്ചു കൊടുക്കുകയും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സിനഗോഗിന്റെ മുൻഭാഗത്ത് നിരന്തരം പതിപ്പിച്ചിരുന്നു. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? അറിയില്ല. We don't know. സീസറിന്റെ കൽപ്പനകളും ആജ്ഞകളും, അതേ രാജശാസനകൾ. ജനശ്രദ്ധയ്ക്ക് വേണ്ടിയായിരുന്നു അത്. അതുകൂടാതെ ജെറുസലേം ദേവാലയത്തിലെ തിരുനാളുകളുടെ സമയകാലക്രമം അനുസരിച്ചുള്ള ആഘോഷ വിവരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിരുന്നു. കാരണം നിയമാവർത്തന പുസ്തകം 16:16 യഹോവ ഇങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നു: ആണ്ടിൽ 3 പ്രാവശ്യം 3 മഹോത്സവങ്ങൾക്ക്, അതായത് പെസഹ അഥവാ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ, ആഴ്ചയുടെ അഥവാ പന്തക്കോസ്ത തിരുനാൾ, കൂടാര തിരുനാളിനും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത്, അതായത് യഹോവയുടെ ഭവനമായ മോറിയ മലയിലെ ജെറുസലേം ദേവാലയത്തിൽ പുരുഷന്മാർ എല്ലാവരും സമ്മേളിക്കണം. അവർ കർത്താവിന്റെ മുമ്പിൽ വെറും കൈയോടെ വരരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം ഓരോരുത്തരും കഴിവിനനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം എന്ന യഹോവയുടെ കൽപ്പന
നസ്രത്തുകാരെയും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ഈ സിനഗോഗ് പ്രാർത്ഥനാലയം നസ്രത്ത് ജനത്തിന്റെ ആത്മീയ പൈതൃക വളർച്ചയുടെ ഒരു കേന്ദ്രബിന്ദുവായി നിലകൊണ്ടു. ഓ നോക്കൂ, സിനഗോഗിന്റെ സമീപത്തുള്ള ഒരു ഭവനത്തിന്റെ നടുമുറ്റത്തെ പന്തലിൽ നിരവധി ആളുകൾ സമ്മേളിച്ചിരിക്കുന്നു. വിവിധ ഗോത്രങ്ങളിലുള്ള ഇസ്രായേൽ മക്കൾ. വസ്ത്രധാരണത്തിലും അലങ്കാരത്തിലും പല വ്യത്യാസങ്ങളും നമുക്കവരിൽ ദർശിക്കുവാൻ സാധിക്കും. ഇന്ന് ആരുടെയോ വിവാഹമായിരുന്നു. ആഘോഷത്തിമർപ്പിൽ മുഴുകിയിരിക്കുന്ന ജനം. മംഗല്യം 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 മംഗല്യം, നസ്രത്ത് ദേശത്ത് ബന്ധുക്കൾ മിത്രങ്ങൾ ഒത്തുചേർന്നു. പൂർവപിതാവാം തോബിയ സാരഥൻ മംഗല്യമുരപോൽ മംഗല്യം ഇവിടെയും പൊടി പൊടിച്ചു. മംഗല്യം ഇവിടെയും പൊടി പൊടിച്ചു. മംഗല്യം ഇവിടെയും പൊടി പൊടിച്ചു. മംഗല്യം പൂർവപിതാവായ തൊബിയാസിന്റെയും സാറയുടെയും വിവാഹമുറ പോലെ ഇവിടെയും വിവാഹം നടന്നു. സദ്യ കഴിഞ്ഞ സമയം ബന്ധുക്കളും മിത്രങ്ങളും പരസ്പരം വിശേഷങ്ങൾ ഓതുന്നു, കുശലം അന്വേഷിക്കുന്നു, സ്നേഹാദരവ് പങ്കിടുന്നു, തമ്മിൽ നന്മകൾ ആശംസിക്കുന്നു. ഭൂതഭാവി സംഭവങ്ങളെക്കുറിച്ചും സമഗ്രമായ ചർച്ചയും അവരുടെ ഇടയിൽ നടക്കുന്നു. കൂട്ടുകാരെ, അതാ അവിടെ അവരുടെ കൂട്ടത്തിൽ നാം കാണുന്നു നമ്മുടെ മുഖ്യ കഥാപാത്രങ്ങളായ യോവാക്യം, അന്ന, അവരുടെ ബന്ധുക്കളെയും അവരുടെ സമീപത്ത് അടുത്തു തന്നെ അൽഫിയോസ് ഫാമിലിയിലെ ജോസഫും അദ്ദേഹത്തിന്റെ സഹോദരൻ അൽഫിയോസ് അഥവാ ഹൽപ്പയും അവരുടെ മാതാപിതാക്കന്മാരെയും ചാച്ചക്കാരെയും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ യോവാക്യം അന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവരാണ് ഭാവിയിൽ ഈ പാരിൽ വന്ന് പിറക്കാനിരിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിന്റെ അമ്മയുടെ മാതാപിതാക്കളാണ്. ഹോളി മേരീസ് പാരന്റ്സ്. ജോസഫിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് നല്ല പരിചയമുണ്ട്. വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ വളർത്തുപിതാവ്. അതെ, ഭാവിയിലെ വളർത്തുപിതാവാകാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് അൽഫയൂസ് അഥവാ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഹൽപ്പൈ. മർക്കോസ് സുവിശേഷം 3:18 ഹൽപ്പയെ നാം കാണുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സുവിശേഷകനായ മത്തായി തന്റെ സുവിശേഷത്തിൽ 13:55 രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിന്റെ കസിൻ സഹോദരങ്ങളായ യാക്കോബ്, യൂദാസ് തദേവൂസ്, ശിമയോൻ, ജോസഫ് എന്നിവരുടെ ഭാവിയിലെ പിതാവാകാൻ വിളിക്കപ്പെട്ട ആളാണ് ഈ ഹൽപ്പൈ. ഹൽപ്പൈ ഈസ് ജീസസ് അങ്കിൾ. അറ്റൻഷൻ പ്ലീസ് ഫ്രണ്ട്സ്. കൂട്ടുകാരെ, ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. ഈശോ നമ്മോട് സംസാരിക്കുന്നു. അതിപാവനവും ദൈവികവുമായ എന്റെ രക്ഷാകര കർമ്മത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച പുണ്യാത്മാക്കളായ മൈ ഗ്രാൻഡ്പ, മൈ ഗ്രാൻഡ്മ, എന്റെ വല്യപ്പനും വല്യമ്മയുമായ യോവാക്യും അന്നയും, നിത്യകന്യകയും ഉത്ഭവ പാപക്കറയില്ലാതെ ജനിച്ച എന്റെ അമ്മയുടെയും നിത്യബ്രഹ്മചാരിയായ എന്റെ വളർത്തുപിതാവായ ജോസഫും സഹോദരൻ ഹൽപ്പയും കുടുംബത്തെയും കുറിച്ചുള്ള പൂർണ്ണവും 100% ശരിയായ ജീവിത ചരിത്രം ഞാൻ എൻ്റെ സഭയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് സ്വീകരിച്ച് ശരിയായ വിവരങ്ങൾ പഠിക്കുക. ഇന്ന് സഭയുടെ പുറത്തു മാത്രമല്ല, സഭയുടെ അകത്തും പലരും അവരുടെ ജീവിതം തെറ്റായി വ്യാഖ്യാനിച്ചു ദൈവമക്കളെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, സഭ അംഗീകരിക്കാത്ത യാക്കോബിന്റെ സുവിശേഷത്തിൽ നിന്നും മറ്റു പല മതഗ്രന്ഥങ്ങളിൽ നിന്നും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ദൈവജനത്തിന് ഓതിക്കൊടുക്കുന്നു. അത് പാടില്ല. സഭയുടെ ശിരസായ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയമായി വന്നു. യോഹന്നാൻ 21:25 വചനം നിങ്ങളുടെ സ്മരണയിൽ എന്നും ഉണ്ടായിരിക്കണം. യേശു ചെയ്ത മറ്റു കാര്യങ്ങളുണ്ട്. അതെല്ലാം എഴുതിയിരുന്നുവെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വചനപ്രകാരം ഇവരെക്കുറിച്ച് എല്ലാം കൂടുതലായി
വിവരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നു, അത് സ്വീകരിക്കുക. ഈശോ പറയുന്നു. കൂട്ടുകാരെ, ഈശോ നമ്മോട് സംസാരിച്ചത് നിങ്ങൾ കേട്ടുവല്ലോ. ഇൽ പോയമ്മ ഡെൽ ഉമോ ഡിയോ എന്ന പുസ്തകങ്ങളിലൂടെ തന്റെ രക്ഷാകര കർമ്മത്തെക്കുറിച്ച് മുഴുവൻ സത്യങ്ങളും ഈശോ തന്റെ സഭയ്ക്ക്, അതായത് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ മലയാള പരിഭാഷയാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീത. 12ാം പിയൂസ് മാർപ്പാപ്പ ഇത് വായിച്ചു പഠിച്ച് അംഗീകരിച്ച് സഭാമക്കൾക്കായി തുറന്നു തന്നിട്ടുണ്ട്. അതിനാൽ ഈ സത്യങ്ങൾ നമുക്ക് ഗ്രഹിച്ച് ഭാഷണ്ഡതകളെ എതിർക്കാം, തിരുത്താം. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ ശ്രദ്ധ വീണ്ടും കല്യാണപ്പന്തലിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. Let us get back to the wedding ceremony. ഈ യോവാക്യം ജോസഫ് കുടുംബങ്ങളെ പോലെ തന്നെ നിരവധി ദാവീദ് വംശത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ നാം ഇവിടെ കാണുന്നു. അവരുടെ വേഷവിധാനത്തിലും ചമയങ്ങളിൽ നിന്നും അവർ ദാവീദ് രാജാവിന്റെ കുലത്തിൽ നിന്നുള്ളവരാണെന്ന് കാഴ്ചയിൽ നമുക്ക് സ്പഷ്ടമായി തിരിച്ചറിയുവാൻ സാധിക്കുന്നു. ദാവീദിൻ ഗോത്രത്തിൻ ചിഹ്നം പേറുന്ന ധീരപുരുഷ നാരീമണികൾ, ധീരപുരുഷ നാരീമണികൾ. കുപ്പായം കാപ്പ ആഭരണം തലമുണ്ടിൽ ദാവീദിൻ ഗോത്രത്തിൻ മുദ്ര വിളങ്ങി. സോളമൻ രാജാവിൻ മുദ്ര തിളങ്ങി. ദാവീദിൻ ഗോത്രത്തിൻ മുദ്ര വിളങ്ങി. സോളമൻ രാജാവിൻ മുദ്ര തിളങ്ങി. അല്ല കൂട്ടുകാരെ, എനിക്കൊരു സംശയം. ഇസ്രയേൽ ചരിത്രത്തിലെ അജയ്യനും ധീരനും പ്രഗത്ഭനുമായ ആ വലിയ ദാവീദ് രാജാവിന്റെ ഗോത്രത്തിലും നാടായ യൂദയ നാട്ടിലും ജനിച്ചു വളർന്ന നിരവധി ആളുകളെ ഈ കല്യാണപ്പന്തലിൽ നാം കാണുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ ഇവർ ഇവിടെ വന്ന് വസിക്കുവാൻ നിർബന്ധിതരായി. അതിന്റെ കാരണം എന്താണെന്ന് അറിയുവാൻ എനിക്ക് ജിജ്ഞാസയുണ്ട്. നിങ്ങൾക്കും അത് അറിയുവാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ നമുക്കൊരുമിച്ച് ഈ കടങ്കഥയുടെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി അവരുടെ ഇപ്പോഴത്തെ സംഭാഷണം നമുക്കൊന്ന് കാതോർക്കാം. കേട്ടോ നിങ്ങൾ? അതെ, അതുതന്നെയാണ്. അതേക്കുറിച്ച് തന്നെയാണ് ഹതഭാഗ്യരായ അവരുടെ സംഭാഷണം. യോവാക്യവും ജോസഫും സ്നേഹിതരും അവർ അനുഭവിച്ച ഭൂതകാല ദുരന്തങ്ങളും അതിന്റെ പരിണത ഫലങ്ങളെക്കുറിച്ചും ഹൃദയവ്യതയോടുകൂടി ആഴത്തിൽ ചർച്ച ചെയ്യുന്നു. അവരുടെ ആ കഥന കഥകൾ നമ്മുടെ കരൾ അലിയിപ്പിക്കുന്നതാണ്. കൂട്ടുകാരെ, നമുക്കതൊന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. Let's listen. സീസറും കൂട്ടരും പേടിച്ച രണ്ടു, അവർ നൂറ്റാണ്ടുകളായി ഞെട്ടിവിറച്ചു. സീസറും കൂട്ടരും പേടിച്ച രണ്ടു, അവർ നൂറ്റാണ്ടുകളായി ഞെട്ടിവിറച്ചു. അയ്യോ, നമ്മുടെ രാജകിരീടം, സ്വർണ്ണ കിരീടം തട്ടിത്തേറിപ്പിക്കും. പ്രവചനത്തിലെ ക്രിസ്തുവാം രാജാവ് യഹൂദ രാജാവായി വാഴുവാൻ പാടില്ല, 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 ഒരു നാളും പാടില്ല, പാടില്ല, ഒരു നാളും പാടില്ല. ജാഗ്രതാരൂപരായി നമ്മൾ ഭരിക്കണം. ഓഹോ, തൻ വീട്ടിൽ തൻ രാജാവ് എന്ന ആപ്തവാക്യം മുഖമുദ്രയാക്കി റോമ സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരുന്നേ സീസർ ലോകരാജ്യങ്ങളെയും ഇസ്രയേലിനെയും ഭരിച്ചിരുന്ന അതേ അടക്കി വാണിരുന്ന കാലം. എന്നാൽ തനിക്കും തന്റെ സുശക്തമായ
സൂര്യൻ അസ്തമിക്കാത്ത റോമാ സാമ്രാജ്യത്തിനുമെതിരെ വെല്ലുവിളിയായി ഉയർന്നു നിന്ന ഒരേ ഒരു വ്യക്തി മാത്രം. യെസ്, only one person. Who is he? ആരാണവൻ? നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ പ്രവചിച്ച വാഗ്ദാനം ചെയ്യപ്പെട്ട യഹൂദരുടെ രാജാവായി വാഴുവാൻ വരുന്ന ക്രിസ്തു, ജീസസ്, അത് ഇമ്മാനുവേൽ. അതിനാൽ ഓരോ പ്രവചനവും കേൾക്കുമ്പോൾ ചഞ്ചല ചിത്തനായ സീസർ ഭയന്ന് അസ്വസ്ഥനായി ഞെട്ടിവിറച്ചു. രാജാതിരാജനായ ക്രിസ്തു വന്ന് തങ്ങളുടെ സ്വർണ്ണക്കിരീടവും ചെങ്കോലും തട്ടിയെടുക്കുമെന്ന് പേടിച്ചരണ്ട് ഭയവിഹ്വലനായി സീസർ പ്രവചനങ്ങൾ ഓരോന്നായി സസൂക്ഷ്മം വായിച്ചു ഗ്രഹിച്ചു. ആദ്യ പ്രവചനം. ബാലാം ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചു: യാക്കോബിന്റെ നക്ഷത്രമായും ഇസ്രായേലിന്റെ ചെങ്കോലായും ക്രിസ്തു വരും. പ്രവാചകനായ മിക്ക പ്രവചിച്ചു: ബേത്ലഹേം, യഫാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. യേശയ്യ മുൻകൂട്ടി പറഞ്ഞു: ദാവീദ് വംശത്തിൽ പിറക്കാനിരിക്കുന്ന ദി കിങ് ഓഫ് ജീസസ്. അതെ, ക്രിസ്തുവിൻ്റെ നിരവധി സ്വഭാവ വിശേഷണങ്ങൾ മലാക്കി വിവരിച്ചു. മുന്നോടിയായ സ്നാപകന്റെ പിന്നോടിയായി വരുന്ന അഭിഷക്തനായ ക്രിസ്തു എന്ന ഭരണാധികാരിയെക്കുറിച്ച്. തുടർന്ന് യെസഖിയേൽ, ജെറമിയ, സക്കറിയ ദീർഘദർശികൾ യഹൂദജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നൃപനായ യേശുവിൻ്റെ സവിശേഷതകൾ നാനാവിധ വർണ്ണനകളാൽ വർണ്ണിച്ചിരിക്കുന്നു. ഇതെല്ലാം ശ്രവിച്ച് സീസറിന്റെയും കൂട്ടരുടെയും കാതുകൾ മരവിച്ചു. അവരുടെ ഞെട്ടൽ കൂടി വന്നു. ഹീസ് ഷോക്ഡ്. സിംഹാസനത്തിൽ സ്വസ്ഥമായി ഉപവിഷ്ടനായിരിക്കുവാൻ സീസറിന് കഴിഞ്ഞില്ല. ഉറക്കം കെടുത്തിയ രാത്രികൾ. കൂട്ടുകാരി, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയട്ടെ. അവർക്ക് വേണ്ടി നമുക്കൊരു സൂപ്പർ മെഡിസിൻ, നല്ലൊരു മരുന്ന്, അതേ ഒരു ഒറ്റമൂലി നിർദ്ദേശിച്ചാലോ? ഈ മണ്ടന്മാർ എന്തിനാ ആത്മീയ രാജാവായി വരുന്ന ക്രിസ്തുവിനെ ഇത്രമാത്രം ഭയപ്പെടുന്നത്? മാനവരാശിയുടെ ആത്മീയ രാജാവായ നമ്മുടെ യേശുവിന് ഈ ലോകത്തിന്റെ തീരെ വില കുറഞ്ഞ, യെസ്, വെരി സില്ലിയായ സീസറിന്റെ ആ ഭൗതിക രാജ്യത്വം ആവശ്യമില്ലെന്ന് അവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഞെട്ടൽ രോഗത്തിൽ നിന്ന്, ഷോക്ക് സിൻഡ്രത്തിൽ നിന്ന് അവർക്ക് എന്നേക്കുമായി മുക്തി നേടാമായിരുന്നു. എന്നാൽ അതിനു പകരം സീസറിന്റെ സൈന്യം ഇസ്രയേൽ ദേശം മുഴുവൻ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി. മുക്കിലും മൂലയിലും പട്ടാളം അണിനിരന്നു. ക്രയവിക്രയങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു പരിശോധിച്ചു മനസ്സിലാക്കി. ജനജീവിതത്തെ വലയ്ക്കുന്ന ഉയർന്ന നികുതി, അതേ ചുങ്കം അവരുടെ മേൽ ചുമത്തി. സമൂഹത്തിലെ താഴേക്കിടയിലെ അന്നന്നത്തെ അപ്പത്തിനായി അധ്വാനിച്ചിരുന്ന പട്ടിണി പാവങ്ങളും നിരാലംബരും വിധവകളുടെ കുടുംബങ്ങൾ പോലും അവരുടെ കൊക്കിലൊതുങ്ങാത്ത വലിയ കരം അടയ്ക്കുവാൻ നിർബന്ധിതരായി. അങ്ങനെ പൊതുജനത്തിന്റെ അനുദിന ജീവിതം ക്ലേശകരവും ദുരിതപൂർണവുമായി തീർന്നു. അസഹനീയവും അരോചകവുമായ റോമിന്റെ ഈ ഭരണത്തിൽ അസംതൃപ്തരായ ജനസമൂഹത്തിൽ നിന്നും സൂത്രക്കാരായ വിപ്ലവകാരികൾ പൊട്ടിമുളയ്ക്കുവാൻ തുടങ്ങി. അതേ, തന്ത്രങ്ങളും മന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് തന്നെ. നിർഭാഗ്യവശാൽ വരാനിരിക്കുന്ന മിശിഹായുടെ നാമത്തിലും വേഷവിധാനത്തിലും ഉയർത്തെഴുന്നേറ്റു കള്ളമിശിഹമാർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇവരുടെ രംഗപ്രവേശനം വ്യക്തമായി നാം കാണുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. രംഗപ്രവേശനം ചെയ്തു തെവുതോ, വലിയവനിൽ വലിയവനായി ചമഞ്ഞു ഞെളിഞ്ഞു. രംഗപ്രവേശനം ചെയ്തു തെവുദോസ്, വലിയവനിൽ വലിയവനായി ചമഞ്ഞു ഞെളിഞ്ഞു. മന്ത്രവിദ്യയിലൂടെ നേടിയെടുത്തു അനുയായികളായി 400 പേർ. മന്ത്രവിദ്യയിലൂടെ നേടിയെടുത്തു
ചിതറിക്കപ്പെട്ടു. അനുയായികൾ ദൂരെ ചിതറിക്കപ്പെട്ടു. കഷ്ടം കഷ്ടം അവൻ വധിക്കപ്പെട്ടു. അനുയായികൾ ദൂരെ ചിതറിക്കപ്പെട്ടു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അപ്പസ്തോല പ്രവർത്തനം 5:36 നാം വായിക്കുന്നു, ആദ്യമായി തെവുദാസ് എന്ന കള്ളമിശിഹ പ്രത്യക്ഷപ്പെട്ടു. 400 പേരെ അവൻ അനുയായികളാക്കി. കുറച്ചുനാൾ അങ്ങനെ വിലസി. റോമാ ഭരണകൂടം അവനെ പിടിച്ചു വധിച്ചു. അവന്റെ വിശ്വസ്ത ശിഷ്യർ ചിതറിക്കപ്പെട്ടു. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് നമുക്ക് തെവുദാസിന്റെ ഈ പ്രവൃത്തിയെ വിലയിരുത്താം. അല്ലാതെ എന്തു പറയാനാ നമ്മൾ? തുടർന്ന് ശാന്തതയുടെ ഒരു നീർച്ചാൽ അല്പകാലത്തേക്ക് ഇസ്രായേലിലേക്ക് പ്രവഹിച്ചു. എന്നാൽ അത് അധികകാലം നീണ്ടു നിന്നില്ല. അത് വറ്റി വരണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും നെക്സ്റ്റ് പേഴ്സൺ, അടുത്ത കള്ളമിശിഹ പൊന്തി വന്നു, പ്രത്യക്ഷിതനായി. സ്വന്തം ജനത്തെ നീചരായ റോമാ ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള കഠിന പരിശ്രമവുമായി. കാനേഷുമാരിയുടെ കാലത്ത് വന്നു ഗലീലിയക്കാരൻ യൂദാസ് ചേട്ടൻ. കാനേഷുമാരിയുടെ കാലത്ത് വന്നു ഗലീലിയക്കാരൻ യൂദാസ് ചേട്ടൻ. ചെപ്പടി വിദ്യകൾ കാണിച്ചു ആകർഷിച്ചു. ഒരു കൂട്ടം കൂട്ടർ കൂടെ ചേർന്നു. ചെപ്പടി വിദ്യകൾ കാണിച്ചു ആകർഷിച്ചു. ഒരു കൂട്ടം കൂട്ടർ കൂടെ ചേർന്നു. അവനെ നിഹനിച്ചു, കൂട്ടരെ തുരത്തി. ഹേരോദോസ് ഭരണം വിജയിച്ചു വാണു. ഹേരോദോസ് ഭരണം വിജയിച്ചു വാണു. അതെ അതെ, അപ്പസ്തോല പ്രവർത്തനം 5:37 നാം തുടർന്നു വായിക്കുന്നു. കാനേഷുമാരിയുടെ കാലത്ത് രണ്ടാമത്തെ വിപ്ലവകാരിയും കള്ളമിശിഹായുമായ ഗലീലിയക്കാരൻ യൂദാസ് ചേട്ടൻ വേഷപ്രച്ഛന്നനായി പ്രത്യക്ഷപ്പെട്ടു. ചെപ്പടി വിദ്യകൾ കാണിച്ചു കയ്യടി നേടി. കുറച്ചാൾക്കാർ കൂടെ ചേർന്നു. എന്നാൽ റോമക്കാരും ഹെറോദോസ് ഭരണവും ചേർന്ന് അവനെ നിഹനിച്ചു. അതെ, കൊന്നുകളഞ്ഞു. കൂട്ടരെ തൂത്തെറിഞ്ഞു. അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയും എന്ന ചൊല്ല് പാവം യൂദാസ് ചേട്ടൻ ഇവിടെ ചേരും. അങ്ങനെ കള്ളമിശിഹാമാരുടെ വരവിന് അന്ത്യം കുറിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും റോമിന്റെ ആക്രോശം ഇവിടെ അവസാനിച്ചില്ല. അവരുടെ ക്രൂര വിനോദം തുടർന്നു. ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെയാ ദോഷമെന്ന് പറയുന്നത് പോലെ ഈ യഹൂദരായ കള്ളമിശിഹാമാരുടെ ബുദ്ധിശൂന്യമായ പ്രവൃത്തിയുടെ ദുരന്തഫലം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവർ ദാവീദിന്റെ നാട്ടിൽ സ്വൈര്യമായി അന്ന് വസിച്ചിരുന്ന നല്ലവരായ ഈ ദാവീദ് വംശജർ ആയിരുന്നു. സീസർ ഭരണകൂടം അവരെയെല്ലാം അവിടെ നിന്ന് സ്വന്തം ജന്മഭൂമിയിൽ നിന്ന് തുരത്തി ഓടിച്ചു. അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടി. അനേകം പേർ ഓടി ഒളിച്ചു. അതേ, അവർ ഭയന്ന് ഇസ്രയേലിന്റെ നാനാദിക്കിലേക്ക് പലായനം ചെയ്തു. അവരിൽ കുറച്ചുപേർ ഈ നസത്ത് ഗ്രാമത്തിലും വന്നു പാർത്തു. അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ് നമ്മുടെ ഈ യോവാക്കിം ജോസഫ് കുടുംബങ്ങൾ. അവർ അവരുടെ പൂർവകാല തിക്താനുഭവങ്ങൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് നിങ്ങൾ കേട്ടല്ലോ. സുഹൃത്തുക്കളെ, കിട്ടി. നമ്മുടെ കടങ്കഥയ്ക്ക് ഇപ്പോൾ നമ്മൾക്ക് ഉത്തരം കിട്ടിയല്ലേ? എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന ചൊല്ലുപോലെ മിശിഹ ആയി വരുന്ന ക്രിസ്തുവിനെ പേടിച്ച് സീസർ ദാവീദ് വംശജരെ പൂർണ്ണമായി നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ, അതേ, അവരുടെ അടിവേരിളക്കുവാൻ ശ്രമിച്ചതിന്റെ പരിണത ഫലമാണ് ഈ പാവം യോവാക്കിം ജോസഫും മറ്റു നിരവധി ആളുകൾ ഈ കല്യാണപ്പന്തലിൽ നാം കാണുന്നവർ കുറച്ചു വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ചേക്കേറി പാർക്കുവാൻ നിർബന്ധിതർ ആയത്. ഞാനൊരു സത്യം കൂടി നിങ്ങളോട് പറയട്ടെ. ദൈവപുത്രനായ ക്രിസ്തുവിനെ തോൽപ്പിക്കുവാൻ ഈ പാരിൽ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന നഗ്ന സത്യം സീസറും കൂട്ടരും ഒന്നും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ യഹൂദ ജനത്തിന്റെ മേൽ അവർ വരുത്തിവെച്ച ആ ദൗർഭാഗ്യം
പൂർണ്ണമായും അന്ന് ഒഴിവാക്കാമായിരുന്നു. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്ന ശൈലിയാണ് റോമക്കാർ ഇവിടെ സ്വീകരിച്ച യുദ്ധമുറ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട യോവാക്യം അന്ന ദമ്പതികൾ നസ്രത്തിൽ അന്ന് ഒരു നവജീവിതത്തിന് തുടക്കം കുറിച്ചു. ഒരു തോട്ടത്തിൽ നിന്ന് മറ്റൊരു തോട്ടത്തിലേക്ക് ഒരു വൃക്ഷം പിഴുതുമാറ്റി നട്ടതുപോലെയായിരുന്നു അവരുടെ അവസ്ഥ. അതെ, അവരുടെ പ്രതീതി. കാരണം എല്ലാം നഷ്ടപ്പെട്ട അവർ പൂജ്യത്തിൽ നിന്ന് ജീവിതം വീണ്ടും കരുപ്പിടിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഔന്നത്യത്തിലേക്ക് അവർ അനുദിനം ചുവടുവെച്ച് മുന്നോട്ട് നീങ്ങി. നീതിമാനായ യോവാക്യം പൂർവപിതാവായ തോബിത്തിനെ അനുകരിച്ച് സൽപ്രവർത്തികളിൽ മുഴുകി ജീവിച്ചു. തോബിത്തിൻ കാരുണ്യം മാതൃകയാക്കി യോവാക്കിങ്ങന്ന് നസ്രത്ത് ദേശത്ത്. തോബിത്തിൻ കാരുണ്യം മാതൃകയാക്കി യോവാക്കിങ്ങന്ന് നസ്രത്ത് ദേശത്ത്. പുണ്യപ്രവൃത്തിയിൽ മുന്നിട്ടു നിന്നവൻ നാട്ടുകാരുടെ എല്ലാം കണ്ണി